ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഏദൻ തോട്ടത്തിലെ വിശേഷങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ. ഈ 2025 ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. അതിന് എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. വെക്കേഷൻ ആകുമ്പോൾ എല്ലാവർക്കും അവധിയൊക്കെ അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആരെങ്കിലും വീഡിയോ എടുത്തു തന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ട്രൈപോഡ് വെച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ പല തിരക്കുകൾ കാരണം 2024 ശേഷം നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പം നമുക്കെല്ലാം പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഇനി തുടർച്ചയായിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പം നമുക്ക് ഓരോ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും 2025 എന്നുള്ള ഒരു വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയ പുതിയ വിശേഷങ്ങളിൽ ഇനി തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പഴയ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ താഴെ നിൽക്കുന്നത് അതിലുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അറിയണ്ടേ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഒരു എത്തിനോട്ടം. അതിനുശേഷം നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മുടെ അസോള ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. നമ്മളിവിടെ കോഴിത്തീറ്റയായിട്ടും കാലിത്തീറ്റയായിട്ടും നമ്മൾ പച്ചക്കറികളുടെ ചോട്ടിലിടാനും ഒക്കെ നമ്മൾ അസോള ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ ഒരു നവംബർ മാസത്തിലൊക്കെ കാലം തെറ്റിയ മഴയൊക്കെ കാരണം നമ്മുടെ തോട്ടമൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്കൊരു 4-5 മാസം അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ മഴകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കൃഷികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സമയമാണ് ഈ ജാനുവരി മാസം മുതലുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള പച്ചക്കറികൾ വിൻ്റർ ക്രോപ്സ് ഒക്കെ നമുക്ക് ഒക്ടോബറിൽ നടാം ആയിരുന്നു. ഇപ്പം എല്ലാവരും ഡിസംബർ മാസം മുതലൊക്കെ വിൻ്റർ ക്രോപ്സ് വിളവെടുത്ത് തുടങ്ങിയവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൃഷിക്ക് പറ്റിയ സമയമാണ് ഇനി എന്ന് പറയുന്നത്. കാലാവസ്ഥ നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ അസോളയുണ്ട്. ഇനി നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ പൂത്തു തുടങ്ങും കേട്ടോ. ആമ്പലുകളായിരുന്നാലും താമരകളായിരുന്നാലും നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ പൂത്തു തുടങ്ങും. പിന്നെ ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ട്സിൽ നട്ടിരുന്ന ചെറിയ ടൊമാറ്റോയുടെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴയ വീഡിയോസും കൂടെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. കാണാതെയൊക്കെ നേരത്തെയുള്ള വീഡിയോസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ അത് പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള കൃഷിക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെറസ് കൃഷിയോ അല്ലെങ്കിൽ വീടിന് ചുറ്റുമുള്ള കുഞ്ഞു സ്പേസിൽ കൃഷി ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് പ്രയോജനപ്പെടും. നമ്മൾ ഹാങ്ങിങ് പോട്ടിലാണ് നട്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ബൾബ് പോലെ നമുക്ക് ചെറിയ ടൊമാറ്റോസ് കായ്ച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കുയിൽ വരുന്ന സമയമാണല്ലോ. അപ്പോൾ കുയിൽ വന്ന് കുറേ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ അത്യാവശ്യത്തിന് ഇതിൽ നിന്ന് കുറച്ചൊക്കെ പറിക്കാറുണ്ട്. പിന്നെ കിളികൾ കൊണ്ടുപോകുന്നത് അവർ കൊണ്ടുപോയി കഴിക്കട്ടെ എന്ന് വിചാരിക്കും. അവരെ ഞാൻ ഓട്ടിക്കാറൊന്നുമില്ല കേട്ടോ. അവർ വന്ന് നിന്ന് കഴിക്കുന്നത് കാണാനും നമുക്ക് നല്ലൊരു ഭംഗിയല്ലേ. അപ്പം ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇതിന് മുന്നേ കൃഷിഭവനിൽ നിന്ന് പല പ്രാവശ്യങ്ങൾ സഹായം കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഈ വേനൽ മഴ എന്ന് പറയുന്നത് കിട്ടുമ്പോൾ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ നടാൻ വേണ്ടിയിട്ട് കൃഷിഭവൻ ധാരാളം കിഴങ്ങ് വർഗ്ഗത്തിൻ്റെ കിറ്റുകളൊക്കെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് കൃഷിഭവനിൽ നിന്ന് ഒരു കിഴങ്ങ് വർഗ്ഗത്തിൻ്റെ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഒരു കിറ്റ്. എനിക്കിവിടെ കുറച്ച് സ്ഥലം ആയതുകൊണ്ട് എനിക്ക് ഒരു ചാക്കിലെ സാധനമാണ് കിട്ടിയത്. അപ്പം നമുക്കുള്ള സ്ഥലത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് തരും കേട്ടോ അവിടുന്ന്. അപ്പം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കൃഷിഭവനിലൊന്നും എനിക്കൊന്നും കിട്ടിയില്ല, തരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കഴക്കൂട്ടം കൃഷിഭവനിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് നോക്കാമോ? നമുക്ക് കിഴങ്ങ് വർഗ്ഗ വിളകളുടെ കൃഷിക്കുള്ള അത്യാവശ്യം ഉള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് കാച്ചിലാണ്.
അത് കാച്ചില്. ഇത് ചേന, 2 ചേനയുണ്ട്. അപ്പൊ ഞാനിവിടെ ചേന നടുന്നത് കുഞ്ഞു കുഞ്ഞ് ചേനയുടെ കഷ്ണങ്ങളാണ് നടുന്നത്. അപ്പൊ ഇതിന് ഞാനൊരു 4 പീസാക്കിയിട്ടൊക്കെ ആയിരിക്കും നടുന്നത് കേട്ടോ. അപ്പൊ ചേന നടുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ കാണിച്ചു. ചേന നടുന്നതല്ല, കുഞ്ഞൻ ചേനയുടെ വിളവെടുപ്പ്. ഞാൻ ഈ ചേനയെ ഒരു 4 പീസാക്കി ആയിരിക്കും നടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുന്നേ നമ്മളെ കുഞ്ഞൻ ചേന നട്ട് വിളവെടുക്കുന്നത്, ഒരു ചെറിയ വാട്ടർ ക്യാനിൽ നട്ടിരിക്കുന്ന ചേന 1 കിലോ 1.5 കിലോ വലിപ്പത്തിലുള്ള ചേന വിളവെടുക്കുന്ന വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ചേന നടുന്ന സമയമാകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ അത് എങ്ങനെയാണ് നടുന്നതെന്ന്. അപ്പം കാച്ചിലായി, ചേനയായി, ഇത് ചെറുകിഴങ്ങാണ് കേട്ടോ, ചെറുവള്ളിക്കിഴങ്ങ്. നമ്മളൊരു വീഡിയോ ഉണ്ടല്ലോ, ഒരു ചെറിയ ടബിൽ ഞാൻ ഒരു പരീക്ഷണത്തിന് നട്ടിരുന്ന ഒരു പൈപ്പിന്റെ പീസ് വെച്ച് നട്ടിരുന്നല്ലോ. അത് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരെണ്ണത്തിൽ നിന്ന് നല്ല രീതിയിൽ വിളവ് കിട്ടി. അപ്പൊ ഇനി ഇപ്രാവശ്യം അത് കൂടുതൽ നടണം. അപ്പൊ കുറച്ച് ചെറുകിഴങ്ങിന്റെ വിത്ത് കിഴങ്ങുകളുണ്ട്. പിന്നെന്താ ഉള്ളത്, പിന്നെ ചേമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിലുള്ള ഒരു കൃഷിക്കുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. ചെറുകിഴങ്ങ്, പിന്നെ ചേമ്പ്, പിന്നുള്ളത് ഇഞ്ചിയും മഞ്ഞളുമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം കിട്ടിയ കിറ്റിലും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചേനയൊക്കെയായിരുന്നു ഞാൻ നട്ടിരുന്നത്. ഇഞ്ചിയും മഞ്ഞളും ഒന്നും നമ്മൾ ഇതുവരെ, ഇഞ്ചി കുറേയൊക്കെ വിളവെടുത്തു. ഇഞ്ചി ഞാൻ പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടല്ലോ. പല രീതിയിലാണ് ഞാൻ ഇവിടെ ഇഞ്ചി നടുന്നത്. ഹാങ്ങിങ് ബോർഡ്സിലും അല്ലാതെയുള്ള സ്ഥലത്തൊക്കെ ഇഞ്ചി നട്ടിട്ടുണ്ട്. എല്ലാ കാലത്തും നമുക്ക് വിളവെടുക്കത്തക്ക രീതിയിലാണ് ഞാനിവിടെ നമ്മുടെ ഏദൻ തോട്ടത്തിൽ ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കൃഷിഭവൻ അല്ലെങ്കിൽ നമ്മുടെ എന്തോന്നാണ് ഭരണകൂടം, നമ്മുടെ കൃഷിഭവനുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം നമ്മൾ അതിനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നമ്മൾ കൃഷിഭവനുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സഹായങ്ങളെല്ലാം, വിത്തുകളും വളങ്ങളും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് ജൈവവള കിറ്റ് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറി തൈകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചക്കറി തൈകളെല്ലാം ഞാൻ മുകളിൽ നട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടെറസൊക്കെ ഇപ്പം പഴയ രീതിയിലല്ല, നല്ല രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നല്ല ഗ്രീനിഷ് ലുക്കൊക്കെ പണ്ടത്തെ പ്രതാപം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടെറസായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടെറസിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ടെറസിൽ അപ്പം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകൾ നട്ട്, പയറിൻ്റെ തൈകളൊക്കെ കിട്ടിയത് ഏകദേശം ഇപ്പം വള്ളിയൊക്കെ പടർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊപ്പം കിട്ടിയ തൈകളാണ്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് വേനൽ മഴ പെയ്യുമ്പോഴാണ് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തേക്കുള്ള വിത്തുകളായിട്ട് നമുക്ക്, വിത്തുകൾക്ക് വേണ്ടിയിട്ട് നമുക്കിതിനെ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.